ആ ശരിയാ, മുഴുവൻ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ തിന്നാൻ തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാവൂല. ഓക്കെ കാശ്, നമ്മുടെ ഉമ്മർ ചാമ്പേനെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ സാപ്പിടാനുള്ള പരിപാടിയാണ്. നമ്മൾ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചു. അതാണ് ഇവ എവിടേക്കാ വന്ന് കിടക്കുന്നതെന്ന് അറിയോ? കണ്ട ഗൈസ്. ഓക്കെ, ആ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഗൈസ് വീട്ടിൽ വേണ്ടത്. അങ്ങോട്ട് പോയി നിക്കങ്ങോട്ട് നാണക്കാരി. എവിടെ പോയി ഡ്രാഗൺ? കാണിച്ചു കണ്ട ഗൈസ്, ഇവനെയാണ് ഞാൻ പണ്ട് നോട്ടം വെച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഒരു കയ്യിൽ ഒതുങ്ങാനുള്ള മാത്രമായി. ഇതിന് പിന്നെ പുഴുവൊന്നും കുത്തില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ബറാബയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ബറാബ ഹാർവെസ്റ്റിംഗ് കുറേ എണ്ണുണ്ടേ. അച്ഛൻ നിലത്തൊക്കെ തള്ളിയിട്ടുണ്ട് കേട്ടോ. അച്ഛന് കണ്ണ് കാണൂല. അത് മുഖത്ത്, അമ്മേന്റെ മുഖത്ത് എന്താ ഉള്ളത്? കണ്ണാടിയോ? അയ്യോ, അച്ഛന് കണ്ണ് കാണൂല. ഇഷ്ടം പോലെ ഉണ്ടേ, ഞാനും കൂടാം, അല്ലെങ്കിൽ ഇന്ന് തീരൂല. ഇതെന്താ ചെയ്യാൻ പോനി? ഓറഞ്ച് കളറായതാ, ഇതാണ് നല്ല മധുരം ഉണ്ടാവുക. നോക്കൂ, ഇതോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മ ഭയങ്കര പുടിയുടെ ആളാ. ഇവനിടയ്ക്ക് ഓരോന്ന് തള്ളിയിടും. വന്നപ്പോ ഓരോന്ന് ഒന്നും തൂങ്ങി കിടന്നു. ആ ശരിയാ, മുഴുവൻ പറിച്ചു കഴിഞ്ഞാ പിന്നെ തിന്നാൻ തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാവൂല. മുളകൊക്കെ പറിക്കാനായിട്ടുണ്ടേ. മുളകല്ലേ അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് മുഴുവൻ ഈ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് പുതിയ ആളാണേ. പിന്നെന്താ ഇപ്പം പുതിയത്? ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നോക്കട്ടെ, പകുതി അവിടെ തന്നെ ഉണ്ട് അല്ലേ? അതെ. ഇനി എന്താ പറിക്കാൻ പോകുന്നത്? പയറ് പറിക്കാനുണ്ട്. ഞങ്ങൾ റംബൂട്ടാനൊക്കെ കണ്ട ഗൈസ്. റംബൂട്ടാനൊക്കെ വലിയ കുട്ടികളായി. റംബൂട്ടാനാണെന്ന് കാണിക്കാൻ മാത്രമുള്ള വലുപ്പായി. ആയി ഇതാ കണ്ടോ, കറക്റ്റ് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം ഒന്ന് സെറ്റപ്പ് ആകുമ്പോഴേക്കും നമുക്കൊരു 10-20 കിട്ടും. അതെ, അങ്ങനെ. ഓ ഇറങ്ങിക്കോളൂ. ഇതാ ഇവിടെ ഒരു സപ്പോർട്ട ആയിട്ടുണ്ട്, അത് പറിക്കാനായിട്ടുണ്ട്. ഇതിനകത്തൊരു മാവ് ഇതാ. ഇതേത് മാവാ? ഓഹോ, മാങ്ങാണ്ടി കൊഴിച്ചിട്ടപ്പോ ഉണ്ടായതാ. വലുതായി. ഇത് മൊത്തമായിട്ട് അതിനകത്ത് റോസും ഉണ്ട്. ബട്ടൺ റോസ് അല്ലേ? കുഞ്ഞു പൂവുള്ള. അങ്ങനെ. ഇത് പണ്ട് ഞാൻ കുഴിച്ചിട്ട ഇതാട്ടോ. എന്താ അതിൻ്റെ ശംഖുപുഷ്പം. അതിൻ്റെ വലിയ ജിമിട്ട് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ മില്യൺ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടതാ.
അത് അത് 100 വ്യൂ എന്തോ ആയി. അപ്പൊ അതിന് ശേഷം പിന്നെ ഊക്കായിരുന്നു, കളിയാക്കലുകൾ. ഒരു ചക്കത മണ്ണിൽ മുട്ടിയിരിക്കുന്നു. അങ്ങനെ പറക്കണ്ടേ? രണ്ടാളും കൂടി ഉണ്ട്. മണ്ണ് കിടന്ന് ഉരുണ്ടിട്ട് മേലേക്ക് കയറി വന്നു കഴിഞ്ഞാണ്ടല്ലോ. പയറ് പറിക്കാൻ പോവാ ഗായ്സ്. മാങ്ങ കൊള്ളാം. ആ എവിടെ? ആ നമ്മടാ ഒരു ഫുൾ കെട്ട് തന്നെ നമുക്ക് പറക്കാൻ. ഇങ്ങനെ പറക്കാം. വിടും നോക്കട്ടെ. ക്യാച്ച്. ഐ ഉള്ളിൽ പോയി. ആ ഉള്ളിൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്താ അത്? പേരക്കയോ? അമ്മയ്ക്കാണെന്നുണ്ട് പേരക്ക ചെടിയിൽ നിൽക്കുന്ന ഇഷ്ടല്ല. ഇതാ ഇത് ഞാൻ മൊബൈലുള്ളത് കൊണ്ട് ഞാൻ പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒന്നും കൂടി ഉണ്ട്. അത് പൊട്ടിപ്പോവും. അല്ലല്ല, അത് കേടുവന്നു പൊട്ടിപ്പോവും. ഇത് പോവും. ആണോ? ഓക്കെ. ആണോ? ഓക്കെ. ആൾക്കാർ കളിയാക്കൂട്ടോ. ആ അതെ അതെ അതെ, രണ്ടും പറിച്ചോളൂ. കത്തിയതാ ഇതിലിതാ. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് പറിക്കാനുള്ള സാധനങ്ങളാണ് പേരക്ക, പയർ, ചീര, ബറാബ. ആഹാ, പിടിയവനെ, അവനെ ചുരുട്ടി. ആ ഒരു ബഞ്ച് പറിക്കുന്നുണ്ടോ? ഇതാണ് കരിമ്പഴക്ക. അതെ, ഇത് നമ്മളെ ശ്രീദേവി ചേച്ചി ഇതിന്റെ കുറച്ച് വിത്ത് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2-3 ഓക്കെ. അപ്പം മൂത്തത് 2-3 അവിടെ വെച്ചോണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ മറന്നു പോണ്ട. ചേച്ചി പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വരുമോ ഞങ്ങൾ അങ്ങോട്ട് വരണോന്ന്. കവറൊക്കെ വീഴുന്നുണ്ട്. അമ്മ അതാ പേരക്കയും പറിച്ച് നടക്കും. കൊണ്ടുപോയോ? ആണോ? വെച്ചോളൂ. അതാ 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 ഈ 2 അതിലൊന്നിനെ കിളി കൊത്തി. രാവിലെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അവരും കഴിച്ചോട്ടെ, നമ്മക്കിപ്പോ എന്തിനാ ഇത്രയും പേരക്ക? അതെ അതെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നല്ലേ? അങ്ങനെ അതാ. അമ്മ എന്തോ ഒരു ഞാവൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ വൈറ്റ് ഞാവല്. ആണോ? ഇതാ ഇതിലേക്ക് വെച്ചോളൂ. വീഴണ്ടേ? ഇല്ല, ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി. ഒക്കത്ത് വെച്ചാൽ മതി. അമ്മ ഓടി നടന്ന് പേരക്ക പറിക്കുന്നുണ്ട്. ആ വഴുതനങ്ങ മൂത്തതാ? നമ്മുടെ അന്ന് ചിഞ്ചു കൊണ്ടുവന്നേ അവിടെയൊക്കെ കുറേ വഴുതനങ്ങ കണ്ടോ? അതിൻ്റെയൊക്കെ എന്തായി അമ്മേൻ്റെ അഭിയു, ഈ കുഞ്ഞ അഭിയു? ആണോ? വെണ്ടയ്ക്കും പേരയ്ക്കും പെട്ടെന്നാവും. സ്ഥലമൊക്കെ ഉണ്ട്. ഇതാ ഓക്കെ. വെയിറ്റ് കൂടുണ്ട് കേട്ടോ. ഞാൻ അച്ഛൻ ഇതൊന്ന് ഹോൾഡ് ചെയ്യും. ഞാൻ ആ വൈറ്റ് ഞാവലൊന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം. ക്യാച്ച്. ഇതിപ്പോൾ ഏതിലാ ഞാൻ പോവുക? പണ്ട് നടക്കാനൊക്കെ എളുപ്പമായിരുന്നേ. ചാമ്പയ്ക്ക വല്ലതും വീണിട്ടുണ്ടോ? ഇതെന്താ കർമൂസയാ? പുലാസൻ പൂട്ടോ? ഇല്ല, ആയി വരുന്നേ ഉള്ളൂ. നീയാണ് കണ്ണിൻ മണി, നീയാണ്.
ഇത് കണ്ടോ ഗൈസ്, ഇതാണ് വൈറ്റ് ഞാവൽ. എല്ലാം അന്നേ പൂവുണ്ട്, ഇതൊക്കെ പൂവ് എന്താ പറയുക വിരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ കായാവോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. പീനട്ട് ബട്ടർ വേണോ? പീനട്ട് ബട്ടർ വാ, കുറേ ആയി കഴിച്ചിട്ട്. ഇതെന്തായിരുന്നു? ഇത് റംബൂട്ടാനാ? ഇതോ നാരങ്ങയോ? കായ്ച്ചത് ബഡ് ചെയ്തതാ അല്ലേ? നാടനാ? എന്താ അത്? കാവത്തോ? കാച്ചില്. ഇതെന്താ നാരങ്ങ? ഓറഞ്ചോ? നാരങ്ങേൻ്റെ ഇല പോലെ തന്നെ ഉണ്ടേ, മണോ അതെ. ഓറഞ്ചാണ് ഗൈസ്. അങ്ങനെ ഓറഞ്ചും ആയി. എവിടെ അമ്പോ ഉള്ള പയർ മുഴുവൻ പറിച്ചോ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓ, നമ്മൾ തൊടുന്നൊന്നും ഇഷ്ടല്ല. ആ, വിടുന്നില്ല അല്ലേ? അത് ശരി. പയറ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പയർ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. കണ്ട, ഇവിടെ പോയ ആള്. ഓക്കെ. ആ വെണ്ടയ്ക്ക ഇന്നലെ ഇന്നലെ ഡിന്നറിനുണ്ടായിരുന്നു, കൊണ്ടാട്ടാക്കി വെച്ചത്. ഇനി എന്താ പുതിയതുള്ളത് ഇവിടെ? ഓറഞ്ച് പുതിയതാട്ടോ. ഓക്കെ, വെയിറ്റ് ഉണ്ടോ? ഞാൻ പിടിക്കാം, ഇങ്ങ് വന്നോളൂ അമ്മ. കാച്ച്. ആ, ഇനിയിപ്പോൾ എന്താ? ഇങ്ങോട്ട് വന്നോളൂ. ആണോ? ആൾക്കാർ പറയും ഞാൻ സഹായിക്കുന്നില്ല എന്നേ. അതാ കയ്യിൻ്റെ അവിടെ തന്നെ. ഓക്കെ, ഇനി ബാക്കിയുള്ളത് പറിച്ചോളൂ. നമുക്ക് അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോവും. അപ്പം അങ്ങനെയാണ് ഗൈസ് ഇന്നത്തെ കുഞ്ഞു വിശേഷം. ഇനി എന്താ പറിക്കാൻ? ഞാൻ കണ്ടു. ചാമ്പയ്ക്ക് പറിക്കാനുണ്ടോ? എന്നാൽ ഇതിൻ്റെ കയ്യിൽ തന്നോളൂ, ഞാൻ പിടിക്കാം. നല്ല വെയിറ്റ് ഉണ്ട്, കത്തി കൊണ്ട് കുത്തല്ലേ. പൂച്ചനെ ചവിട്ടണ്ട കേട്ടോ അമ്മ. ഡ്രാഗൺ മാറി നിൽക്കൂ. കണ്ട ഗൈസ്, ഇതൊരു 2-3 കിലോ ഉണ്ടേ, ചില്ലറ വെക്കാനല്ല. ഞാൻ അങ്ങോട്ട് വരെ. കുഴപ്പമില്ല, എന്നാൽ അത് പിടിച്ചോളൂ. ഞാൻ അമ്മേൻ്റെ അതൊന്ന് കാണിക്കട്ടെ. ഏതാ പറിക്കാൻ പോണു? ആ, അതാ. കവറിട്ട് വെച്ചതാ. 8 കാലിൻ്റെ വല. തുറക്കൂ, കവറ് തുറക്കും. ആരോ കവറിന് അറ്റാക്ക് ചെയ്തിട്ടുണ്ടല്ലോ അടിഭാഗത്ത് അല്ലേ? അച്ഛൻ കവറ് കീറി കൊടുത്തതാ. ഓഹോ, അയ്യോ. കണ്ടോ ഗൈസ്, തിളക്കം കണ്ടോ? ഇതാണ് നമ്മുടെ ഉമ്മർ ചാമ്പ. ഇഷ്ടംപോലെ ഉണ്ട് ഉള്ളിൽ. മിനിഞ്ഞാന്ന് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ വീഡിയോയിൽ പറയും ടേസ്റ്റ് ഇല്ലയെന്ന്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാട്ടോ. നമ്മുടെ ഈ വാട്ടർമെലൻ പോലെ, തണിമത്തൻ പോലെ നല്ല വെള്ളം ഉണ്ടാവും. രാത്രിയൊക്കെ ഒരു 2 എണ്ണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടപ്പനാണ് പരിപാടി. പേരയ്ക്ക മേലെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, എന്നാൽ അത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോകും. ഇവൻ എവിടെ പോയി? ഡ്രാഗൺ കാണിച്ചു. കണ്ട ഗൈസ്, ഇവനെയാണ് ഞാൻ പണ്ട് നോട്ടം വെച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഒരു കയ്യിൽ ഒതുങ്ങാനുള്ള മാത്രമായി. ഇതിന് പിന്നെ പുഴുവൊന്നും കുത്തില്ല.
കീടങ്ങളുടെ അറ്റാക്ക് വളരെ കുറയും. അപ്പൊ അങ്ങനെ ഡ്രാഗൺ ഡ്രാഗൺ തണലത്ത് പോയി ഇരിക്കാം. ഓക്കെ ഗായ്സ്, അപ്പോൾ രണ്ടുപേരും ബൈ ബൈ പറഞ്ഞോളൂ. ബൈ. ബൈ ബൈ ഗായ്സ്, ബൈ ബൈ.